സ്ഥിരം സുഖം ആസനം. സ്ഥിരമായിട്ടും സുഖമായിട്ടും ഇരിക്കാനുള്ള പറ്റിയ പോസ്ചർ ഏതാണോ അതാണ് ആസനം എന്നാണ് നമ്മളെ യോഗശാസ്ത്ര പ്രകാരം. നമുക്ക് 5 ശരീരം ഉണ്ടെന്നാണ് പറയുന്നത്. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം. ശങ്കരാചാര്യ ഇൻ്റലക്ച്വൽ അല്ല കേട്ടോ, ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജ് പറയാൻ പോകുന്നതിൻ്റെ മേലെ വന്നാണ്. ഇപ്പോൾ നമ്മുടെ എളുപ്പം ഒരു ഇൻ്റലക്ച്വൽ സ്റ്റേജ് പറയാൻ വെച്ചാൽ എളുപ്പം ചൂണ്ടിക്കാട്ടാൻ പറ്റിയ ഒരാളാണ് ഡോക്ടർ രാധാകൃഷ്ണൻ. വി ജസ്റ്റ് നോ ഇറ്റ്, ദാറ്റ് ഈസ് ഇൻറ്റ്യൂഷൻ. ഒരാൾ കാണുമ്പോൾ തന്നെ അതറിയാം ഇതിപ്പോൾ എന്നതാണ്. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നൊരു തലം, അതിപ്പോൾ യോഗ മെഡിറ്റേഷൻ ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ അടുത്ത നെക്സ്റ്റ് ലെവൽ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് യാഥാർത്ഥ്യമാണ്? അങ്ങനെ നമുക്ക് നമ്മുടെ ബോഡി വിട്ട് നമുക്ക് പറ്റും സാർ, അത്ര എളുപ്പമല്ല. കൂട് വിട്ട് കൂടുമാറി ജയ അവരോടുള്ള ആർഗ്യുമെൻറ്റിൽ ഈ പഞ്ചഭൂതങ്ങളും നമ്മളെ മുദ്രകളായിട്ടുള്ള ബന്ധം എന്താ വെച്ചാൽ, നമ്മളെ വിരലുകൾ വെച്ചിട്ട് തന്നെ മുദ്രകൾ തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഈ ഹസ്തമുദ്ര, കൈകൊണ്ട് കാണിക്കുന്നത്, കായമുദ്ര, ശരീരം കൊണ്ട് കാണിക്കുന്ന മുദ്രകൾ, ഇങ്ങനെ പലതരത്തിലുള്ള മുദ്രകളുണ്ട്. ഇതിൽ കൈകൊണ്ട് ഉള്ള പിടിക്കുന്ന മുദ്രകൾ, ഇപ്പോൾ ചിന്മുദ്ര, നമ്മളുടെ മൃത്യുഞ്ജയ മുദ്ര, ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ 5 വിരലുകൾ ഈ 5 പഞ്ചമഹാഭൂതങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. 5 വിരലുകൾ. അതിൽ നമ്മൾ ഏറ്റവും നീളമുള്ളതാണ് നമ്മൾ ആകാശം. ഇതാണ് വായു, ഇതാണ് അഗ്നി, ഇതാണ് പൃഥ്വി, ഇതാണ് ജലം. നമ്മൾ മറക്കാണ്ടിരിക്കാൻ ഏറ്റവും നല്ലത് ഏറ്റവും മേലുള്ളത് ആകാശമാണല്ലോ. അപ്പോൾ ഇത് മറക്കില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമ്മുടെ വിരലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് തള്ളവിരലാണ്, തമ്പാണ്. അതാണ് അഗ്നി. അഗ്നി യോഗേനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭാരതീയ കാഴ്ചപ്പാടിൽ അഗ്നിക്കാണ്. അതുകൊണ്ടാണ് ഋഗ്വേദത്തിലെ ഫസ്റ്റ് സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ അഗ്നിമീളേ പുരോഹിതം. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് തള്ളവിരൽ. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിംഗർ. അതുകൊണ്ട് ഇത് അഗ്നി. അപ്പോൾ ആകാശത്തിൻ്റെ തൊട്ട് താഴെയുള്ളത് വായു, പിന്നെയുള്ളത് ഭൂമി, പിന്നെ ഏറ്റവും താഴെ ഉണ്ടാവുക വെള്ളമാണ്. ഇങ്ങനെ ഓർമ്മ വെച്ചാൽ മതി. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ 5 വിരലുകൾ വെച്ചിട്ട് നമ്മൾ ഡിഫറെൻറ്റ് മുദ്രകൾ പിടിക്കുന്ന സമയത്ത് നമ്മളെ എനർജി ചാനൽസിൽ വ്യത്യാസങ്ങൾ വരികയാണെന്നാണ് ഇതിൻ്റെ മുദ്രേൻ്റെ കൺസെപ്റ്റേ. അതാണ് ഈ പഞ്ചഭൂതങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണ്. അതെ, ഈ പഞ്ചഭൂതങ്ങളാണല്ലോ, വി ആർ മെയ്ഡ് ഓഫ് ദിസ് പഞ്ചഭൂതാസ്. അത് മുഴുവൻ വൈബ്രേറ്ററി ഫ്രീക്വൻസിയിലുള്ള വ്യത്യാസം ഇതാണ്. അപ്പോൾ ഈ വിരലുകൾ വെച്ചിട്ട് നമുക്ക് ഈ പഞ്ചഭൂതങ്ങളിൽ എനർജി ലെവലിൽ വ്യത്യാസം വരുത്താൻ പറ്റും. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അതാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ എവിടെ ഇരിക്കണം, എങ്ങനെ ഇരിക്കണം എന്നുള്ള രീതി. ഇപ്പോൾ പത്മാസനമുണ്ട്, അല്ലെങ്കിൽ സുഖാസനമുണ്ട്, വജ്രാസനമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ആസനങ്ങൾ പറയുന്നുണ്ട്. ഈ ആസനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? ഈ മുദ്രകൾ പോലെ തന്നെ ഈ എനർജി ചാനലൈസ് ചെയ്യാൻ വേണ്ടിയാണോ? കറക്റ്റ്. ഇതിൽ ആസനം എന്നുള്ളതിനെ പറ്റി, യോഗാസനം, ഇതിനെപ്പറ്റി പതഞ്ജലി ഭാഷ വൃത്തിയായിട്ടുള്ളൊരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. എന്താണ് സ്ഥിരം സുഖം ആസനം? സ്ഥിരമായിട്ടും സുഖമായിട്ടും ഇരിക്കാനുള്ള പറ്റിയ പോസ്ചർ ഏതാണോ അതാണ് ആസനം എന്നാണ് സിറ്റിംഗ് പോസ്റ്റേഴ്സിനെ പറ്റിയിട്ട് പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുള്ളത്. ഇത് എന്തിനാ വെച്ചാൽ, നമ്മുടെ അഷ്ടാംഗ യോഗതയിൽ 8 സ്റ്റെപ്പ് പറഞ്ഞല്ലോ. ഈ 8 സ്റ്റെപ്പിൽ അവസാനമാണ് ധ്യാനം. അപ്പോൾ ഈ ധ്യാനാവസ്ഥയിൽ 7ാമത്തെ സ്റ്റെപ്പാണ് ധ്യാനം, അതിൻ്റെ മേലെയുള്ളതാണ് സമാധി, 8ാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇതിൽ നമ്മൾ ആ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ സമാധി സ്ഥിതിയിൽ എത്തുന്ന സമയത്ത് 2 സ്റ്റേറ്റ് ഓഫ് സമാധി ഉണ്ട്. നിർവികൽപ്പ സമാധിയും സവികൽപ്പ സമാധിയും. അപ്പോൾ ഈ സവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ ബോഡി കോൺഷ്യസ്നെസ്സോടുകൂടി, നിർവികൽപ്പ സമാധിൻ്റെ ബോഡി കോൺഷ്യസ്. അപ്പോൾ ആ ലെവലിൽ എത്തുമ്പോഴും നമ്മൾ സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ പറ്റണം. അതുകൊണ്ട് സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ പഠിക്കുക ആദ്യം. അതാണ് ഈ സിറ്റിംഗ് പോസ്റ്റേഴ്സിൻ്റെ കാര്യമായിട്ടുള്ള ഉദ്ദേശം. പിന്നെ യോഗയിൽ ഡിഫറെൻറ്റ് പോസ്റ്റേഴ്സ് വന്നതെന്ന് വെച്ചാൽ അത് ഈ പറഞ്ഞ മാതിരി തന്നെ എനർജി ചാനലൈസേഷനിൽ വ്യത്യാസം വരിക. അത് നമ്മളിപ്പോൾ ഒരു ട്യൂബിൽ വെള്ളം പോട്ടുന്ന ട്യൂബ്, അത് നമ്മൾ കിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതേമാതിരി ഡിഫറെൻറ്റ് പോസ്റ്റേഴ്സ് ഇരിക്കുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ കൂടെ 72,000 നാഡികൾ. അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ, അതിനെപ്പറ്റി പറയണമെങ്കിൽ നമ്മളെ യോഗശാസ്ത്ര പ്രകാരം നമുക്ക് 5 ശരീരം ഉണ്ടെന്നാണ് പറയുന്നത്. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഈ 5 ഇതിൽ അന്നമയ കോശം എന്ന് പറയുന്നത് നമ്മളെ ബോഡി, അന്നം കഴിച്ചിട്ടുണ്ടാകുന്നതുകൊണ്ട് അതിൽ അന്നമയ കോശം, ദറ്റ് ഈസ് സ്ഥൂല ശരീരം, ഫിസിക്കൽ ബോഡി. അത് ഈ ഫിസിക്കൽ ബോഡി ചലിപ്പിക്കണമെങ്കിൽ ഒരു എനർജി വേണം. അതിനാണ് നമ്മൾ പ്രാണിക് എനർജി എന്ന് പറയുന്നത്. അത് വഹിച്ചുണ്ടാക്കുന്നതാണ് നമ്മൾ പ്രാണമയ കോശം എന്ന് പറയുന്നത്. നമ്മളെ ശരീരത്തിൽ 72,000 നാഡികൾ നമ്മളെ പൊക്കിളിന് അവിടുന്ന് നേവൽ ഏരിയയിൽ നിന്ന്, അതിനാണ് നമ്മൾ ഒരു ഷഡാധാരങ്ങൾ, ചക്രങ്ങളെ പറ്റിയിട്ട് യോഗയിൽ പറയുന്നുണ്ട്. മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, മണിപൂര ചക്രം, അനാഹത ചക്രം, വിശുദ്ധി ചക്രം, ആജ്ഞാചക്രം, പിന്നെ ബിന്ദു ചക്രം, നമ്മളെ തലേന് ചുഴീൻ്റെ അവിടെ വരുന്ന ബിന്ദു ചക്രം, പിന്നെ നമ്മളെ തലയ്ക്ക് മേലുള്ള മൂതാവിൽ വരുന്ന സഹസ്രാരം. അങ്ങനെ 6, 2, 8 ഈ 6 നമ്മൾ ഷഡാധാരങ്ങൾ എന്ന് പറയുന്നത്. അതിൽ മണിപൂര ചക്രത്തിൻ്റെ അവിടെ വെച്ചിട്ട് പ്രാണമയ കോശത്തിൽ, നമ്മളെ ആസ്ട്രൽ ബോഡിയിൽ പ്രാണമയ കോശത്തിൽ
72,000 നാഡികൾ പുറപ്പെട്ടിട്ട് എങ്ങനെ നമ്മൾ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ശുദ്ധരക്തധമനികൾ വഴി ഓരോ സെല്ലിലേക്കും ഓക്സിജനും പോഷകാംശവും എത്തിക്കുന്നുവോ അതേമാതിരി നമ്മുടെ ശരീരത്തിൻ്റെ ഈ 10,000 കോടി സെല്ലുകളുണ്ടെന്നാണ് പറയുന്നത് നമ്മളെ ശരീരത്തിൽ 10 kcr അത്രയും സെല്ലിലേക്ക് വേണ്ട എനർജി സപ്ലൈ ചെയ്യാനുള്ള പ്രാണിക് എനർജി സപ്ലൈ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഈ നാഡികൾ. നാഡികൾ എന്നുള്ള വേർഡ് തന്നെ ഉണ്ടാകുന്ന നാദ് എന്നുള്ള വേർക്കുന്ന നാദ് എന്ന് പറഞ്ഞാൽ ഒഴുക്ക് എന്നാണ് അർത്ഥം. ഒഴുകുന്നതിനെയാണ് നമ്മൾ നദി എന്ന് പറയുക. വെള്ളം കെട്ടിയെന്ന് നമ്മൾ നദി എന്ന് പറയില്ല. ഈ നാഡികൾ എന്ന് പറയുന്ന ഈ എനർജി ചാനൽസ് അതുവഴി ഈ നാഡികൾ ഈ എനർജി പ്രാണിക് എനർജി ഒഴുകുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ നാഡികൾ എന്ന് പറയാൻ കാരണം. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് പോസ്റ്റേഴ്സ് എടുക്കുമ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചു, ഈച്ച് യോഗാസന ഈസ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദറ്റ് എ ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആർ പുട്ട് ടു ഓപ്റ്റിമം സ്ട്രെച്ചിങ്. അതിൽ പിന്നെ നമ്മളിപ്പോൾ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ആസനങ്ങൾ, കിടന്നുകൊണ്ട് ചെയ്യുന്ന ആസനങ്ങൾ, തലകുത്തനെ നിന്നിട്ടുള്ള ആസനങ്ങൾ, ഫോർ എക്സാമ്പിൾ ശീർഷാസനം, സർവാംഗാസനം, വിപരീതകരണി മുദ്ര, ഇതിലൊക്കെ അത് ഈ 3 കാര്യമായിട്ടുള്ള. അതിൽ തന്നെ ശീർഷാസനത്തിനെയാണ് നമ്മൾ കിങ് ഓഫ് ആസനാസ് എന്ന് പറയുന്നത്. അപ്പം അതിനൊക്കെ വേറെ ചില പ്രത്യേക പർപ്പസ് ഉണ്ട്. ബേസിക് ആയിട്ട് പർപ്പസ് ഈ 2 ടു ചാനലൈസ് ദ എനർജി ആൻഡ് ടു മറ്റേ മസ്കുലർ ഇത് ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ. എന്തിനാണ് ഈ സ്ട്രെച്ചിങ് വെച്ചാൽ പ്രായമാവുന്ന സമയത്ത് മാംസപേശികൾ കുറുകുക. ആ കുറുകുമ്പോൾ എന്താ വെച്ചാൽ ഫുൾ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് ഇല്ലാണ്ടാവും ജോയിൻസ്. അപ്പോൾ ആ മസിൽസിൻ്റെ ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ മാംസപേശികളുടെ ആരോഗ്യം എന്ന് പറയുന്നത് കാര്യമായിട്ട് 3 ആസ്പെക്റ്റാണ്. ഒന്ന് സ്ട്രെങ്ത്ത്, ഇന്നൊന്ന് സ്റ്റാമിന, ഇനിയൊന്ന് ഫ്ലെക്സിബിലിറ്റി. നമ്മൾ ഫിസിക്കൽ എക്സസൈസ് മാത്രം ചെയ്യുമ്പോൾ സ്ട്രെങ്ത്തും സ്റ്റാമിനയും കൂടി കിട്ടുള്ളൂ, ഫ്ലെക്സിബിലിറ്റി കിട്ടില്ല. ഈ ഫ്ലെക്സിബിലിറ്റി കിട്ടണം എനിക്ക് സ്ട്രെച്ചിങ് വേണം. സ്ട്രെച്ചിങ് വരുമ്പോഴേ മസിൽസ് ഫ്ലെക്സിബിളായിട്ട് നമുക്ക് നിലനിർത്താൻ പാടുള്ളൂ. ഇല്ല മറ്റേ ഫിസിക്കൽ എക്സസൈസ് മാത്രമാണ് പോകുന്നത് വെച്ചാൽ നമ്മളെ ബോഡിയൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് പിടിച്ച് ഉറച്ച മാതിരിയായി പോകും, ഫ്ലെക്സിബിൾ ആവില്ല. ഒന്ന് അയച്ചിടാൻ പറ്റണം. ഈ ശാരീരികമായിട്ടുള്ള അയവ് ഉണ്ടെങ്കിലേ നമ്മുടെ മനസ്സിലേക്ക് കൂടി ആ അയവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് മനസ്സും ഇതേമാതിരി കല്ലായിരിക്കും, ടൈറ്റായി പോകും. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, അപ്പോൾ യോഗ എന്ന് പറയുമ്പോൾ പല ആളുകളും അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചതായിട്ട് പറയുന്നുണ്ട്. ചിലർക്ക് ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കുന്നതായിട്ട്, ചിലർ ആസ്ട്രൽ ട്രാവലൊക്കെ ചെയ്ത് ദൈവങ്ങളെ കാണുന്നു, ദൈവങ്ങളുടെ അടുത്ത് പോകുന്നു, ദൈവങ്ങളോട് സംസാരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതായത് യോഗയെ മറ്റൊരു തലത്തിൽ മറ്റൊരു ഡയമെൻഷനിൽ നമുക്ക് കാണണം എന്ന് പറയുന്ന ആളുകളാണ് ഇത് പറയുന്നത്. അങ്ങനെ നമുക്ക് ദൈവങ്ങളെ കാണാനും അല്ലെങ്കിൽ നമ്മുടെ ഇൻഡ്യൂഷൻ വരാൻ പോകുന്നത് മുൻകൂട്ടി കാണാനും ഇങ്ങനെയുള്ള പവറുകൾ യഥാർത്ഥത്തിൽ യോഗ തരുന്നുണ്ടോ? അതിൽ 2 പാർട്ട്. ഇൻഡ്യൂഷൻ വരെ ഉള്ളതിന് ഞാനൊരു ആൻസർ പറയാം. അടുത്ത ദൈവത്തിനെ പറ്റിയിട്ടുള്ള 2ാമത്തെ പാർട്ട് പറയാം. ഈ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പെർസെപ്ഷൻ, നമ്മളൊരു സംഗതികൾ കണ്ട് പഠിക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കുന്നത്, ഇതിനെ നമുക്ക് ഏകദേശം ഒരു 4 സ്റ്റേജായിട്ട് പറയാൻ പറ്റും. 1 ഈസ് ഇൻസ്റ്റിങ്ക്റ്റീവ്. ഇൻസ്റ്റിങ്ക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അധികം അത് ഒരു മൃഗങ്ങളിലും മൃഗതുല്യരായ മനുഷ്യരിൽ അത് വർക്കൗട്ട് ചെയ്യുന്നത്. അത് ഇൻസ്റ്റിങ്ക്റ്റാണ്, അത് അതിൻ്റെ സ്വഭാവമാണ്. ഫോർ എക്സാമ്പിൾ നായ കാണിച്ചാൽ കുഴയ്ക്കും, ഇല്ലെങ്കിൽ കടിക്കും. കഴുത കാണിച്ചാൽ ചവിട്ട് കാണിച്ചാൽ ചെയ്യുക. ഇങ്ങനെ ഓരോ മൃഗങ്ങൾക്കും അതിൻ്റേതായിട്ട് ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റീവ് ബിഹേവിയർ എന്ന് പറയുക. അത് ചില മനുഷ്യരും വളരെ ലോ ഗ്രേഡ് ആയിട്ടുള്ള ആൾക്കാരുള്ളവരും ഏകദേശം ആ ലെവലിലായിരിക്കും. ഇതെവിടെ നമ്മളെ ബ്രെയിനിൻ്റെ നമ്മൾ 3 സെക്ഷനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡിലുള്ള ഈ ഹൈൻ ബ്രെയിൻ, ബാക്ക് സൈഡിൽ ഇതിനെയാണ് നമ്മൾ റെപ്റ്റീലിയൻ ബ്രെയിൻ എന്ന് പറയുക. അതായത് റെപ്റ്റീലിയൻ ബ്രെയിൻ എന്നായിട്ട് ഈ ഇഴജന്തുക്കളിലൊക്കെ ഈവൻ പാമ്പിലൊക്കെ ഉള്ളത് ഈ റെപ്റ്റീലിയൻ ബ്രെയിനാണ്. അതിലാണ് നമ്മൾ ബേസായിട്ട് നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള സംവിധാനങ്ങളുള്ളത്. ഫോർ എക്സാമ്പിൾ ഈ നട്ടലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന സുഷുമ്നാ നാഡിൻ്റെ ഏറ്റവും മുകളിലുള്ള മെഡില ഒബ്ലങ്കറ്റ്, അതിലാണ് നമ്മളെ കാർഡിയോ റെസ്പിറേറ്ററി സെൻറ്ററൊക്കെ ഉള്ളത്. കാരണം ഹാർട്ടും ലങ്സും പ്രവർത്തിക്കുന്നിടത്തോളം കാലം നമുക്ക് ജീവനോടെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ആ ബേസിക് ഫങ്ഷൻസ്, ബേസിക്കായിട്ട് ഹ്യൂമൻ എക്സിസ്റ്റൻസിന് വേണ്ടത് മാത്രമേ ഈ റെപ്റ്റീലിയൻ ബ്രെയിൻ ഒരു ഹൈൻ ബ്രെയിനിലുള്ളൂ. മിക്കവാറും മൃഗങ്ങളിലെല്ലാം അതന്നെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഹ്യൂമൻസിലും വളരെ ലോ ഗ്രേഡിലുള്ളവർക്കും അതാണ്. നേരെ മറിച്ച് അതിൻ്റെ പിന്നെ ഉള്ളത് മിഡ് ബ്രെയിനാണ്. ഈ മിഡ് ബ്രെയിനാണ് നമ്മൾ ലിംബിക് ബ്രെയിൻ എന്ന് പറയുക. ലിംബിക് ബ്രെയിനിൽ വരുമ്പോഴാണ് നമ്മൾ ലോജിക്കൽ തിങ്കിങ്, കാര്യകാരണ സഹിതം ചിന്തിക്കാൻ തുടങ്ങുന്നത്. കണക്ക് കൂട്ടാനുള്ള കഴിവ്, അതിൻ്റെ വരുംവരായികളെ പറ്റി ആലോചിക്കാനുള്ള കഴിവ്, ഇങ്ങനെയുള്ള ഒരു സാധാരണ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റീവ് ലെവലിന് മേലെ വരുന്നതാണ് ഈ ലിംബിക് ബ്രെയിനിലുള്ള. ഇതിനെയാണ് നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുക. ഇൻ്റലിജൻസ് ഈസ് എൻ ഇൻ്റലിജൻറ്റ് ഫെലോ. ഒക്കെ സംഗതികൾ മനസ്സിലാക്കണം. ഇതന്നെ ഒരു ഹയർ ലെവലിലേക്ക് ഇൻ്റലിജൻസ് പോകുമ്പോഴാണ് വി കോൾ ദം ആൻ ഇൻ്റലക്റ്റ്.
ഇൻ്റലക്ട്. ഈസ് എൻ ഇൻ്റലക്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നമ്മളെ രാഷ്ട്രപതിയൊക്കെ ആയിരുന്നു. ഈസ് എൻ ഇൻ്റലക്റ്റ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ട്. ശരിക്കും ഇൻ്റലക്റ്റ്. ഇപ്പോൾ ഫോർ ശങ്കരാചാര്യ ഈസ് എൻ ഇൻ്റലക്റ്റ്. ശങ്കരാചാര്യ ഇൻ്റലക്റ്റ് അല്ല കേട്ടോ, അതിനിപ്പോൾ അടുത്ത സ്റ്റേജ് പറയാൻ പോകുന്നതിൻ്റെ മേലെ വന്ന ആളാണ്. ഇപ്പോൾ നമ്മൾ എളുപ്പം ഒരു ഇൻ്റലക്ച്വൽ സ്റ്റേജ് പറയാൻ വെച്ചാൽ എളുപ്പം ചൂണ്ടിക്കാട്ടാൻ പറ്റിയ ഒരാളാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഈസ് എൻ ഇൻ്റലക്റ്റ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റ്, ഇൻ്റലിജൻസ്, ഇൻ്റലക്റ്റ് അതിൻ്റെ മേലെ വരുമ്പോഴാണ് ഈ ഇൻ്റലക്റ്റ് വരുമ്പോഴേക്ക് തന്നെ നമ്മൾ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും, ഫ്രോണ്ടൽ ബ്രെയിൻ ആക്ടിവേറ്റഡ് ആവാൻ തുടങ്ങുക. അവരാണ് ഈ ഇൻ്റലക്ച്വലി ഒരു ഹയർ ലെവലുള്ളത്. അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തുന്ന ഒരു അവസ്ഥയാണ് ഇൻറ്റ്യൂഷൻ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റീവ്, ഇൻ്റലിജൻസ്, ഇൻ്റലക്റ്റ് ആൻഡ് ഇൻറ്റ്യൂഷൻ, ഈ 4 ലെവലിലാണ് ഹ്യൂമൻ പെർസെപ്ഷൻ വരുന്നത്. ആൻഡ് വാട്ട് ഈസ് ഇൻറ്റ്യൂഷൻ? ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നോളജ് വിതൗട്ട് തിങ്കിങ്. നമ്മളിപ്പോൾ ഒരു സാധനം കണ്ടാൽ ഇതിപ്പോൾ ഇന്നതാണെന്ന് അങ്ങോട്ട് മനസ്സിലാക്കുക. അത് നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കും. ആ മൈൻഡിൻ്റെ ഒരു ഹയർ ലെവലിലേക്ക് എത്തുകയാണ് നമ്മൾ. സംഗതികൾ, ഒരു സംഗതി ഉള്ളിൽ കടന്നിട്ട് നമുക്ക് കാണാൻ പറ്റുക, ഉൾക്കാഴ്ച കിട്ടുക. ഇപ്പോൾ സപ്പോസ് അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്കൊക്കെ അനുഭവമാണ്. ചിലരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓ ഈസ് ഓക്കെ, ഇയാളിപ്പോൾ ഈ ടൈപ്പ് ആളാണ് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മളടുത്ത് ചിലർ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്, ഹി ഈസ് നോട്ട് ഡൂയിങ് എനി ഹാം ടു അസ്, സ്റ്റിൽ വി ഫീൽ അൺഈസി. എന്തോ ഒരു അസ്വസ്ഥത ഇയാളടുത്ത് വന്നിരിക്കുമ്പോൾ. നേരെ മറിച്ച് ചിലരുടെ അടുത്തിരിക്കുമ്പോൾ വി ഫീൽ ക്വൈറ്റ് അറ്റ് ഹോം, നമുക്കൊരു സന്തോഷം. അത് ആ എനർജി വൈബ്രേഷൻ്റെ ഒക്കെ വ്യത്യാസമായിരിക്കണം. ഇതൊക്കെ നമ്മൾ ഇൻറ്റ്യൂഷൻ ലെവലിൽ കാണും. ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുകയാണ് ഇയാൾ എത്തരത്തിൽപ്പെട്ട ആളാണ്. അതൊക്കെയാണ് നമ്മൾ ഇൻറ്റ്യൂഷൻ. നോളജ് വിതൗട്ട്, ഇതിപ്പോൾ ആലോചിച്ചിട്ടോ പറഞ്ഞു തന്നിട്ടോ അല്ല, വി ജസ്റ്റ് നോ ഇറ്റ്. ദറ്റ് ഈസ് ഇൻറ്റ്യൂഷൻ. ഒരാൾ കാണുമ്പോൾ തന്നെ അതറിയാം ഇതിപ്പോൾ എന്നതാണ്. ദറ്റ് ഈസ് അത് മനസ്സ് ആ ലെവലിലേക്ക് എത്താൻ യോഗ ആൻഡ് പ്രാണായാമ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ടൂൾസ് നൗ വി. അത് പ്രത്യേകിച്ച് മന്ത്രങ്ങളിലേക്കും കൂടി കടന്നു കഴിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ടോപ്പ് ലെവലിലെത്തുക. പിന്നെ അധികം ആൾക്കാരും ഇതെല്ലാം വെറും ബക്കോസ എന്ന് പറയുന്ന മെജോറിറ്റി ആൾക്കാരോട് നിങ്ങളൊന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കൂ, നിങ്ങളിത് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ, നിങ്ങളിതെന്തെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? പഠിച്ചാൽ മാത്രം പോരാ, നിത്യസാധന ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് എന്താണെന്ന് പറയാൻ പറ്റൂ. ബാക്കി എല്ലാവർക്കും നമുക്ക് കണ്ണടച്ചിരുട്ടാക്കാം, ഇതിലൊന്നും യാതൊരു അർത്ഥമില്ല എന്ന് പറഞ്ഞതാണ്. ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ പലതിനെ പറ്റിയിട്ടും പ്രത്യേകിച്ച് കേരളത്തിലാണ് മിക്കവാറും എല്ലാ സ്ഥലത്തും ഉണ്ടെന്നാണ് അഭിപ്രായം പറയുന്നത്. ചുമ്മാ അടിച്ചു കയറി സാധാരണത്തിൽ ഇന്ന് അതൊന്ന് പഠിക്കുകയോ പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ ഇവരൊന്നും തയ്യാറല്ല. മിക്കവാറും ഒരു സംഗതിനെ പറ്റി അഭിപ്രായം അത് ശാസ്ത്രീയമല്ല. എന്താ ഇപ്പോൾ ശാസ്ത്രം കൊണ്ട് ഇതേ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. പോട്ടെ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പിന്നെ അങ്ങനത്തെവരോടൊന്നും ഡോണ്ട് ഗോ ഫോർ ആർഗ്യുമെൻറ്റ്. ഇങ്ങനത്തെ സംഗതികളൊന്നും നമ്മൾ വാദിച്ച് ജയിക്കാൻ പറ്റില്ല. കാരണം ഇതൊന്നും എക്സ്പെരിമെൻ്റൽ സയൻസ് അല്ല. ബേസിക്കലി യോഗ ഈസ് നോട്ട് ആൻ എക്സ്പെരിമെൻ്റൽ സയൻസ്, ഇറ്റ് ഈസ് എൻ എക്സ്പീരിയൻഷ്യൽ സയൻസ്. അനുഭവിച്ചറിയേണ്ട സംഗതിയാണ്. ഇപ്പോൾ മധുരം എന്നൊരു സ്വാദയെ അനുഭവിച്ചറിയാത്ത ഒരാളോട് ഞാനൊരു 3 മണിക്കൂർ പഞ്ചസാരേനെ പറ്റിയൊരു ക്ലാസ് എടുത്തിട്ട് എന്താ ഇപ്പോൾ മനസ്സിലായത്? ചക്കലുണ്ട്, മാങ്ങയിലുണ്ട്, ലഡുവിലുണ്ട്, ജിലേബിയിലുണ്ട് ഒക്കെ പറയും. ഇതൊക്കെ മധുരം തന്നെയാണ്. പക്ഷേ അതാണ് പഞ്ചസാരേൻ്റെ ടേസ്റ്റ് അല്ല. ഒരു നുള്ളു പഞ്ചസാര എടുത്ത് നാവിലിട്ട് വയ്ക്കാൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ മന്ത്രങ്ങൾക്ക് ഇഫക്റ്റ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ യു ഹാവ് ടു സിറ്റ് ആൻഡ് ചാൻറ്റ്. അത് നിങ്ങൾ നിത്യേന ചാൻറ്റ് ചെയ്ത് നോക്കൂ. അപ്പോൾ എന്നിട്ട് മാറ്റം എന്ത് വരുന്നുണ്ട്? അല്ല, നിങ്ങൾക്ക് സയൻറ്റിഫിക് എക്യുപ്മെൻറ്റ്സിന് ആക്സസ് ഉണ്ടോ? അങ്ങനത്തെ ലബോറട്ടറീസ് ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ EEG എടുക്ക്. ഒരു 3 മാസം പ്രാക്ടീസ് ചെയ്ത് 3 മാസത്തിന് മുന്നേ ഉള്ള EEGയും 3 മാസത്തിന് ശേഷമുള്ള EEGയും കമ്പയർ ചെയ്ത്, അല്ലെങ്കിൽ MRI എടുക്ക്. നിങ്ങളെ ബ്രെയിനിൽ വരുന്ന ചേഞ്ചസ് എന്താ നിങ്ങൾ കമ്പയർ ചെയ്യും. അതിനൊന്നും ഞാൻ തയ്യാറില്ല. ഞാൻ ഈസി ചെയറിൽ എന്ത് ഇതെല്ലാം വെറും ബക്കോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കനോട്ട് അഗ്രി ആൻഡ് ഐ ഡോണ്ട് ആർഗ്യൂ വിത്ത് എനിബഡി. ഇപ്പോൾ ഡെയിൽ കാർണിൻ്റെ ഒരു വേൾഡ് ഫേമസ് ബുക്കുണ്ട്, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന്. ഡെയിൽ കാർണി അദ്ദേഹം പറയുന്നുണ്ട്, ഡോണ്ട് ആർഗ്യൂ, ഓൺലി ഫൂൾസ് ആർഗ്യൂ. ഒരു സംഗതിയിൽ നിങ്ങൾ ആർഗ്യുമെൻറ്റിന് പോകരുത്. ആർഗ്യൂ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം ഉണ്ടാവും, എനിക്ക് എൻ്റെ അഭിപ്രായം ഉണ്ടാവും. നമ്മളെവിടെ ഒരു കോമൺ ഗ്രൗണ്ടിൽ നമ്മൾ എത്തൂല അല്ലേ? അതിനാണല്ലോ കോടതിയിൽ ജഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരാളിരിക്കുന്നത്. നമ്മൾ ആർഗ്യൂ ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ പ്രത്യേകിച്ച് ആധ്യാത്മിക വിഷയങ്ങളിൽ ഒരിക്കലും ആർഗ്യുമെൻറ്റിന് പോകരുത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നൊരു തലം, അതിപ്പോൾ യോഗ, മെഡിറ്റേഷൻ ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ അടുത്ത നെക്സ്റ്റ് ലെവൽ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് യാഥാർത്ഥ്യമാണ്? അങ്ങനെ നമുക്ക് നമ്മുടെ ബോഡി വിട്ട് നമുക്ക് വേറെ പോയി നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്? പറ്റും സാർ, അത്ര എളുപ്പമല്ല. പറ്റുന്നതാണോ എന്ന് ചോദിച്ചാൽ പറ്റുന്നതാണ് എൻ്റെ അഭിപ്രായം. ഒന്ന്, നമ്മുടെ കൺമുമ്പിലുള്ള ഒരു ഇത് നമ്മളെ ശങ്കരാചാര്യരുടെ സ്റ്റോറിയാണ്. ശങ്കരാചാര്യർ കൂടുവിട്ട് കൂടുമാറി കാരണം ജയ അവരോടുള്ള ആർഗ്യുമെൻറ്റിൽ നിങ്ങൾ മറ്റ് വളരെ ഗഹനമായിട്ട് ചില വിഷയങ്ങൾ നിങ്ങൾക്ക് അനുഭവമില്ലല്ലോ എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം കാട്ടിൽ പോയിട്ട് ആ രാജാവ് മരിക്കാൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ ശരീരം അങ്ങനെ ഒരു സ്റ്റോറി പറയുന്നു, ട്രാൻസ്മൈഗ്രേഷൻ, കൂടുവിട്ട് കൂടുമാറിൽ
സാധ്യമാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ സാധ്യമാണ്. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. എങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് എനിക്ക് കയറാൻ കഴിയുക എന്ന് പറയുന്നത്? മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സാധനമാണ് സാർ അത്, വളരെ ബുദ്ധിമുട്ടുള്ള. ഇത് വേറൊരു ഉദാഹരണം പറയുന്നുണ്ട് കേട്ടോ നമ്മളെ യോഗശാസ്ത്രത്തിൽ തന്നെ. ഒരു തിരുമന്ദിരം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, ഏകദേശം ഒരു 3400ഓളം ശ്ലോകങ്ങളുണ്ട്. സബ്ജക്റ്റ് അഷ്ടാംഗ യോഗയാണ്. അൻപേ ശിവം, ശിവനെ പറ്റിയിട്ടുള്ളതാണ് അൻപേ ശിവം എന്ന്, ഗോഡ് ഇസ് ലവ് എന്ന് പറയുന്നില്ല, അതാണ് ഈ അൻപേ ശിവം. ഈ തിരുമന്ദിരം എഴുതിയിട്ടുള്ള തിരുമൂലർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സന്യാസി, 18 സിദ്ധന്മാരെ പറ്റി പറയുന്നതിൽ ഒരാളാണ് തിരുമൂലർ. അപ്പോൾ ഇദ്ദേഹം അഗസ്ത്യമുനിനെ കാണാൻ വേണ്ടി ഹിമാലയത്തിൽ നിന്ന് വരുന്ന സമയത്ത് തമിഴ്നാട്ടിലെ മധുരയ്ക്കടുത്തൊരു സ്ഥലത്തെത്തിയപ്പം കുറേ പശുക്കളൊക്കെ ഇരുന്ന് ഇങ്ങനെ കരയുന്നു. അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോൾ അവിടെ അതിൻ്റെ ഇത് തെളിച്ച് കൊണ്ടുവന്ന ആള് നിലത്ത് ബോധമില്ലാണ്ട് കിടക്കണം. നോക്കുന്ന സമയത്ത് അദ്ദേഹം മരിച്ചിരിക്കണം. അപ്പോൾ അത് മൂലർ എന്നാണ് അയാളുടെ പേര്. അപ്പോൾ ഇദ്ദേഹം സിദ്ധനാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമം തോന്നിയിട്ട് ഈ മൂലൻ്റെ ശരീരത്തിലേക്ക് ഇദ്ദേഹം ട്രാൻസ്മൈഗ്രേറ്റ് ചെയ്ത്, എന്നിട്ട് ഈ പശുക്കളെ എടുത്തൊക്കെ തെളിച്ചുകൊണ്ട് ഗ്രാമത്തിലെ എല്ലാ വീട്ടിലൊക്കെ ആക്കി ഇദ്ദേഹം തിരിച്ചു വന്നു പോകുമ്പോഴേക്ക് ഈ ബോഡി അവിടെ കാണുന്നില്ല. ദെൻ ഹീ ലീവ്ഡ് എസ് മൂലർ. പക്ഷേ അദ്ദേഹം ഈ മൂലം തന്നെ സാധാരണ കന്നുകാലി മേയ്ക്കുന്ന ആളായിരുന്നു. പക്ഷേ ഇദ്ദേഹം അങ്ങേറ്റത്തെ ഫിലോസഫിയാണ് പറയുന്നത്. അദ്ദേഹം അതുകൊണ്ടാണ് തിരുമൂലർ എന്ന് അദ്ദേഹത്തിന് പേര് വന്നത്. അങ്ങനെ ഒരു ട്രാൻസ്മൈഗ്രേഷൻ്റെ സ്റ്റോറി ഇത് പറയുന്നുണ്ട് നമ്മുടെ യോഗയുടെ ചരിത്രത്തിൽ. തിരുമൂലർ എന്ന് പറയുന്നത് ആട് മേയിച്ച് നടന്നിരുന്ന ആളുടെ ശരീരമായി ഇദ്ദേഹം ഈ വന്ന സിദ്ധര് ആ ബോഡി എടുത്തു. അപ്പോൾ മരിച്ചു കിടക്കുന്നതുകൊണ്ടാണ് പശുക്കൾ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഈ പശുക്കളെ കൂട്ടിക്കൊണ്ടാവാൻ ആ മൂലർ തന്നെ വേണം. അങ്ങനെ ആ മൂലരുടെ അപ്പോൾ ശങ്കരാചാര്യ ഒരു കേസ് പറയുന്നുണ്ട് നമ്മളെ ഹിസ്റ്ററിയിൽ. പിന്നൊന്ന് തിരുമൂലർ കേസ്. ഇത് രണ്ടാണ് എൻ്റെ അറിവിലുള്ള കേസുകൾ. വേറൊന്നും എൻ്റെ അറിവിൽ ഇല്ല. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കും, പക്ഷേ എൻ്റെ അനുഭവത്തിലില്ല. അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കാണ് ഇതിനകത്തെല്ലാം ഈ പാരാനോർമൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നൊരു രീതി. പക്ഷെ അത് യോഗയിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലയിടങ്ങളിൽ എവിടേക്കോ ടച്ച് ചെയ്ത് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബോഡി വല്ലാതെ റിയാക്ട് ചെയ്യുന്നതായിട്ട്, ഇത് അങ്ങനെ എന്തെങ്കിലും അനുഭവം സാറിന് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, പാരാനോർമൽ ഇതൊന്നും എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല. എനിക്കങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അനുഭവം പറയാനില്ല. പക്ഷേ നമ്മളെ മൈൻഡ് നമ്മളെ സാധാരണക്കാരന് ഈ ലെവലിലൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ല, ആ പെർസെപ്ഷൻ്റെ ഒരു 4 ലെവൽ പറഞ്ഞല്ലോ, ആ ഇൻഡ്യൂഷൻ ലെവലിലേക്കൊക്കെ എത്തിക്കാൻ പറ്റിയത് ഡെഫിനറ്റ്ലി എത്തിക്കും. കാരണം നമ്മളെ മൈൻഡിൻ്റെ പൊട്ടൻഷ്യൽ ബ്രെയിൻ വഴിയാണല്ലോ നമ്മളെ മൈൻഡ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ പൊട്ടൻഷ്യൽ വി ആർ യൂസിങ് ഓൺലി എ ഫ്രാക്ഷൻ ഓഫ് ഒരു 10 to 15% നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് പറയാം. ബാക്കിയൊക്കെ അൺയൂസ്ഡ് ആണ് അത്രേ. അവർ പറയുന്നത് എന്താ വെച്ചാൽ ആക്ച്വലി നമ്മളെ ബോഡി എന്ന് പറയുന്നത് കാര്യമായിട്ട് ബാക്കി ഈ തലയ്ക്കകത്തുള്ള ഈ സാധനത്തിനെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി സംവിധാനം മുഴുവൻ എന്നാണ് പറയുന്നത്. നമ്മളെ ഹൂ ആർ യു എന്ന് ചോദിച്ചാൽ യു ആർ യുവർ കോൺഷ്യസ്നെസ് നമ്മൾ ബ്രെയിൻ വെച്ചിട്ടാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഹൂ ആർ യു, അതുകൊണ്ടാണ് രമണ മഹർഷി ചോദിക്കുന്നുണ്ട്, നീ ആരാണെന്ന് ചോദിക്കുക, അതിന് ഉത്തരം കണ്ടെത്ത്. ദാറ്റ് ഇസ് ഓൺലി വേ എന്ന് പറയുന്നത്. ഇതിന് വിവേകാനന്ദൻ രാജയോഗത്തിലെ അദ്ദേഹം വളരെ നല്ലൊരു സെൻറ്റൻസ് കൂട്ടിയാൻ പറ്റും. ക്ലോസ് യുവർ ഐസ് ആൻഡ് ഫോർഗെറ്റ് എവറിഥിങ്, സ്റ്റിൽ സംതിങ് റിമെയിൻസ്. വാട്ട് റിമെയിൻസ്? യുവർ കോൺഷ്യസ്നെസ് റിമെയിൻസ് ആൻഡ് ദറ്റ് ഈസ് യു. ഞാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കണ്ണടച്ചെല്ലാം മറന്നു കഴിഞ്ഞാൽ ഒന്നും എനിക്ക് എപ്പോഴും മറക്കാൻ പറ്റുന്നില്ല. അതെന്താണ്? എൻ്റെ ബോധം. അപ്പോൾ നമ്മൾ ഈ ബോധം എന്ന് പറയുന്നത് അതാണ് ഞാൻ. അപ്പോൾ അതിനെ നമ്മൾ സാധാരണഗതിയിൽ നമ്മളെ ബോധം എന്ന് പറയാം ഇറ്റ് ഈസ് കൺഫൈൻഡ്. ഇപ്പം ഞാൻ ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ശരീരം എന്നാണ് പറയും. പക്ഷേ ആക്ച്വലി എൻ്റെ ശരീരം എന്നാണ് പറഞ്ഞത്, എൻ്റെ കയ്യിൽ നിന്നാണ് പറഞ്ഞത്, എൻ്റെതല്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനാരാ? ഞാൻ ഈ ശരീരമല്ല. നമ്മളെ എല്ലാ ഭാഷയിലും ഇങ്ങനെ തന്നെയാണ്. മൈ ബോഡി, മൈ ഹാൻഡ്, ദെൻ ഹൂ ഇസ് ഐ. ഇപ്പോൾ നമ്മൾ തലേ ദിവസം വരെ മാധവേട്ടനെ വിളിച്ചാൽ അന്നാൾ മരിച്ചുപോയി രാത്രി. നമ്മൾ പിറ്റേ ദിവസം രാവിലെ പോയി നോക്കുമ്പോൾ വീട്ടിൽ നിലത്തെടുത്ത് കിടത്തിയിരിക്കുന്ന മാധവേട്ടൻ നമ്മൾ ഇന്നലെ വരെ കണ്ട മുഴുവനായിട്ടുള്ള മാധവേട്ടൻ അവിടെ കിടക്കുന്നുണ്ട്. സ്റ്റിൽ സംതിങ് ഈസ് മിസ്സിങ്. ദറ്റ് കോൺഷ്യസ്നെസ് ഹാസ് ലെഫ്റ്റ്. ദറ്റ് ഈസ് ശിവ എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, കോൺഷ്യസ്നെസ്സാണ്. ശിവ എൻ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള കോൺഷ്യസ്നെസ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതൊന്നും ചെയ്യൂല. പക്ഷെ അതുണ്ടെങ്കിലേ ഈ ശക്തിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ശിവനും ശക്തി എന്ന് പറയുന്നത്. അതുതന്നെയാണ് ശിവശക്തി എന്ന് പറയുന്നത്. നമ്മളെ ശരീരം കൊണ്ട് നടന്ന് ശിവശക്തി. ശിവൻ എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ്. ബോധം പോയാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. ഈ സൂപ്രാ നോർമലായിട്ടുള്ള സാധിക്കുമെന്ന് ചോദിച്ചാൽ സാധ്യതകളുണ്ട്, പക്ഷേ എൻ്റെ അനുഭവത്തിലില്ല.